ഹലോ ലവ്ലീസ്, വെൽക്കം ടു വിഡോസ്പേ ഐലൻഡ്. നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല. ഈ സീരീസിലെ ഒരു മാസ്മരിക ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. കിളി പോയി വണ്ടടിപ്പിക്കുന്ന ഒരു ടെറിഫിക് എപ്പിസോഡ്. പോരാത്തിന് നിരവധി ഈസ്റ്റർ എഗ്സും ഹിഡൻ ഡീറ്റെയിൽസും പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, ബാ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം റേഡിയോയിലൂടെയും ഫോണിലൂടെയുമായി നമ്മൾ കേട്ട ആ രണ്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ. ഒന്ന്, ബ്രൈസ് ഒരു കാര്യത്തിൽ ഭയങ്കരമായി ഖേദിക്കുന്നതും മാപ്പ് ചോദിക്കുന്നതുമായ ഒരു സന്ദേശം. രണ്ട്, പട്രീഷ്യയുടെ സൺസെറ്റ് കോക്ടെയിൽ പാർട്ടിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം സകല ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ്സും അവിടേക്ക് എത്താനുള്ള ഷെരീഫ് ബെച്ചറിൻ്റെ അടിയന്തര അലർട്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് വിശദമായി തന്നെ നോക്കാം. അതിന് ഒരു 4 ദിവസം പിന്നോട്ട് പോകണം. കൊച്ചു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ മേയുടെ അസിസ്റ്റൻ്റായ പട്രീഷ്യയ്ക്ക് ഈ പെട്ടി പട്രീഷ്യയ്ക്ക് പോലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വാനിലായി പുസ്തകങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു കൊച്ചു മൊബൈൽ ലൈബ്രറി ഉണ്ട്. അതിനു മുന്നിലായി ആളുകൾ വായിച്ചു കഴിഞ്ഞതും വേണ്ടാത്തതുമായ പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ വേണ്ടി ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ എഴുതി വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ചില നല്ല മനുഷ്യർ പുസ്തകങ്ങൾ അതിൽ നിക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗാർബേജ് ബിൻ ഇരിപ്പുണ്ടായിട്ടും ഈ പുസ്തക പെട്ടിയെ ഒരു കുപ്പത്തൊട്ടിയായി മാറ്റി അതിൽ കവറും ടിഷ്യൂസും ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. പട്രീഷ്യ ആ പെട്ടിയിലെ ചപ്പു ചവറുകളെല്ലാം വൃത്തിയാക്കി മാറ്റിയ ശേഷം കിട്ടിയ പുസ്തകങ്ങൾ ഓരോന്നായി റാക്കുകളിൽ എടുത്ത് വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ അവളുടെ കയ്യിലേക്ക് ഒരു പുസ്തകം തടഞ്ഞു. യുവർ ടേൺ, ഔട്ട് വിത്ത് ദ വേൾഡ് ആൻഡ് ഇൻ വിത്ത് ദ യു എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമായ അതിൻ്റെ രചയിതാവ് ലൂസി ഫോഴ്സ് എന്നൊരാളായിരുന്നു. ലൂസി ഫോഴ്സ് എന്ന പേര് ശ്രദ്ധിച്ചു കേട്ട ലൂസിഫർ അല്ലെങ്കിൽ ലൂസിഫേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നും. ഇത് ആ പുസ്തകത്തിൻ്റെ യഥാർത്ഥവും ഭയങ്കരവുമായ സ്വഭാവത്തിലേക്കുള്ള ഒരു വലിയ മുൻസൂചനയായിരുന്നു. എന്നാൽ പട്രീഷ്യയ്ക്ക് ഇതൊന്നും ഒട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവൾ ആ പുസ്തകം തൻ്റെ മൊബൈൽ ലൈബ്രറിയിലെ സെൽഫ് ഹെൽപ്പ്, സ്വയം പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വിഭാഗത്തിൽ കൊണ്ടുപോയി വെച്ചു. ഈ പട്രീഷ്യ നോക്കിയാൽ അവൾ സ്വയം വലിയ സുഹൃത്ത് വലയങ്ങളൊന്നും കൂടാതെ നടക്കുന്നവളാണ്. എന്നാൽ കാണുന്നവരോടെല്ലാം നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും. അന്ന് രാത്രി തനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ അവൾ പങ്കെടുക്കാൻ പോയി. എന്നാൽ അവിടെ അവൾക്ക് ഒട്ടും സന്തോഷകരമായൊരു അനുഭവമല്ല ഉണ്ടായത്. കാരണം ആ പാർട്ടിയുടെ ഹോസ്റ്റ് പട്രീഷ്യയുടെ സമപ്രായമാണ്, ക്ലാസ്മേറ്റൊക്കെ ആയിരുന്നെങ്കിലും അവളെ വെറുതെ ഒന്ന് ക്ഷണിച്ചു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ശരിക്കും അവിടെ വരുമെന്ന് അവരൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവരാരും പട്രീഷ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയോ അടുപ്പം സൂക്ഷിക്കുകയോ ചെയ്യുന്നവരല്ല. ആ ദ്വീപിലെ പലരും ഇതേ മനോഭാവം ഉള്ളവരായതുകൊണ്ട് തന്നെ അവരെല്ലാവരും പട്രീഷ്യയിൽ നിന്നും ഒരകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ സമയത്താണ് പോർട്സ്മൗത്ത് എന്ന ഔട്ട്ലാൻഡ് പ്രദേശത്ത് നിന്നും ഈ അടുത്ത കാലത്ത് ഇങ്ങോട്ടേക്ക് താമസം മാറിയ ഷെൽബി എന്ന സ്ത്രീ പട്രീഷ്യ അടുത്തേക്ക് വരുന്നത്. അവൾ പട്രീഷ്യയോട് വളരെ സൗഹൃദപരമായി സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ സംഭാഷണം തികച്ചും ഭയാനകരമായൊരു വഴിയിലേക്ക് തിരിഞ്ഞു. പട്രീഷ്യയുടെ ബാച്ചിൽ പഠിച്ചിരുന്ന പണ്ട് ബൂഗിമാൻ എന്ന ക്രൂരനായ സീരിയൽ കില്ലറെ കൊലപ്പെടുത്തിയ ആ പെൺകുട്ടികളെക്കുറിച്ച് ഷെൽബി ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പട്രീഷ്യ ആ ഞെട്ടിക്കുന്ന സത്യം അവരോടായി വെളിപ്പെടുത്തിയത്. ആ സീരിയൽ കില്ലറുടെ കൈക്കൊണ്ട് താനും കൊല്ലപ്പെടേണ്ടതായിരുന്നുവെന്നും എന്നാൽ അത്ഭുതകരമായാണ് താനും രക്ഷപ്പെട്ടതെന്നും. ഇത് നമ്മൾ നേരത്തെയും കേട്ടതാണ് മേ ലോവറ്റിസുമായിട്ടുള്ള ഒരു സംഭാഷണ വേദിയിൽ. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കും സംശയമുള്ള പോലെ തന്നെ അവിടെ ദ്വീപിലുള്ളവർക്കുമുണ്ട്. കാരണം അന്ന് അവൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ. ഷെൽബിയും പട്രീഷ്യയും ഈ ഭീകരമായ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് വന്ന് പട്രീഷ്യയുടെ മേൽ അബദ്ധത്തിൽ തട്ടുകയും അവളുടെ വസ്ത്രത്തിൽ മുഴുവൻ വൈനൊഴിച്ച് വൃത്തിയിടാക്കുകയും ചെയ്തു. വസ്ത്രം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അവൾ ബാത്റൂമിലേക്ക് പോയി. അങ്ങനെ ക്ലീനാക്കിയ ശേഷം ഷെൽബിയോട് ബാക്കി സംസാരിക്കാൻ വേണ്ടി അവൾ വീണ്ടും ലിവിംഗ് റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് തൻ്റെ പഴയ സഹപാഠികൾ കൂട്ടം കൂടി അവളെക്കുറിച്ച് സംസാരിക്കുന്നായിരുന്നു. സീരിയൽ കില്ലിംഗ് നടന്ന ആ രാത്രിയിൽ ബൂഗിമാൻ തൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പട്രീഷ്യ പറയുന്നത് വെറും കള്ളമാണെന്നും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സഹതാപം കിട്ടാനും വേണ്ടി അവൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്നും പറഞ്ഞ് അവരവളെ ക്രൂരമായി കളിയാക്കുകയായിരുന്നു. ഷെൽബിയും ഇതെല്ലാം കേട്ടി നിന്ന് അവളുടെ പട്രീഷ്യയോടുള്ള ചായയിലും കോട്ടം തട്ടുമ്പോൾ ഇപ്പോൾ അവളവിടേക്ക് വന്ന് നിൽക്കുന്നത് കണ്ട് സംസാരം അവസാനിപ്പിച്ചിട്ട് അതിലൊരുവൾ ഒട്ടും മര്യാദയില്ലാതെ പട്രീഷ്യയുടെ കയ്യിലേക്ക് ക്യാമറ കൊടുത്തിട്ട് തങ്ങളുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തരാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അവൾ ആവശ്യം നിരസിച്ചില്ല. ഉള്ളിൽ അകറ്റുന്നതിൻ്റെ വിഷമമുണ്ടെങ്കിലും പുറമേ ചിരിച്ചുകൊണ്ട് അവൾ അവർക്ക് ആ ഫോട്ടോ എടുത്തു കൊടുത്തു. തുടർന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇതാണ് പട്രീഷ്യയുടെ ജീവിത ചുറ്റുപാട്. കൂട്ടുകാർക്കൊന്നും അവളെ വലിയ മതിപ്പല്ല. പക്ഷെ അവൾക്ക് തിരിച്ച് ആരോടും നീരസമൊന്നുമില്ല. എപ്പോഴും അങ്ങോട്ടേക്ക് ചെന്ന് ഇടപെടാനാണ് ശ്രമിക്കുക. വീട്ടിലേക്ക് പോകുന്നത് കണ്ടാൽ തന്നെ അവൾക്ക് മെൻ്റലി ദുഃഖമുള്ളതായി മനസ്സിലാകും. അങ്ങനെ തൻ്റെ വീടിന് മുന്നിലെത്തിയ പട്രീഷ്യ ശ്രദ്ധിച്ചത് അവളുടെ മൊബൈൽ ലൈബ്രറിയിലെ ലൈറ്റുകൾ ഓണായി കിടക്കുന്നതാണ്. അതൊരു തവണ ഒന്ന് മിന്നിക്കത്തി. അത് ഓഫ് ചെയ്യാൻ വേണ്ടി അവൾ അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ പകൽ അവൾ റാക്കിലെടുത്ത് വെച്ച ലൂസി ഫോഴ്സിൻ്റെ ആ പുസ്തകം പുറത്തു കിടക്കുന്നു. യുവർ ടേൺ, ആ ടൈറ്റിൽ തന്നെ ക്യാച്ചല്ലേ. അവൾ ആ പുസ്തകം എടുത്ത് വീട്ടിലേക്ക് പോയി. തൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി അത് മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ മേലൊരു ചായക്കപ്പം വെച്ച് ലാമ്പ് ഓണാക്കി എല്ലാം സെറ്റായി അങ്ങനെ സുഖമായി കിടന്ന് അത് വായിക്കാൻ തുടങ്ങി.
തുടക്കത്തിൽ സാധാരണ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളെപ്പോലെ തോന്നിച്ചെങ്കിലും അതിലെ ചോദ്യങ്ങൾ പിന്നീട് വളരെ വിചിത്രമായി മാറാൻ തുടങ്ങി. ആദ്യ നോർമലായി വായനക്കാരിയോടെന്നോണം നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ സ്വഭാവം, ഇഷ്ടമല്ലാത്തത് എന്നൊക്കെയുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫിൽ ചെയ്തെങ്കിലും അടുത്ത പേജിൽ വായനക്കാരോട് അവരുടെ ശരീരത്തിൽ അവർക്ക് തന്നെ അപകർഷതാബോധം തോന്നുന്ന, വലിയ തൃപ്തി തോന്നാത്ത ഭാഗങ്ങൾ ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പുസ്തകം ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ നിന്നും പുസ്തകം പെട്ടെന്ന് പട്രീഷ്യയെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഒരു വലിയ പാർട്ടി നടത്തുന്നതിനെക്കുറിച്ചായി പിന്നീടുള്ള വായന. വൈകാതെ പുസ്തകത്തിൽ അഡിക്റ്റായി മാറിയ പട്രീഷ്യ അടുത്ത ദിവസം തന്നെ ടൗൺ ഹാളിലേക്ക് പാഞ്ഞെത്തി. അവിടെ ഉണ്ടായിരുന്ന റോസ്മേരിയോട് വരാൻ പോകുന്ന സൺസെറ്റ് കോക്ടെയിൽ പാർട്ടിക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തയ്യാറാക്കാൻ അവൾ ഉത്തരവിട്ടു. കൂടാതെ ഡെയിലിനോട് ആ പാർട്ടിയിൽ DJ ആയി നിൽക്കാനും അവൾ ആവശ്യപ്പെട്ടു. തനിക്ക് DJ ചെയ്തുള്ള ഒരു പരിചയമില്ലെന്ന് ഡെയിൽ വിളിച്ച് പറഞ്ഞിട്ടും പട്രീഷ്യ അത് കേൾക്കാൻ കൂട്ടാക്കില്ല. അവൾക്ക് അവനിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പട്രീഷ്യ ഈ പാർട്ടിക്കുള്ള വൈറ്റുകൾ, ഡിജിറ്റൽ ക്ഷണക്കത്തുകൾ നാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്തു. ആ ക്ഷണക്കത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാന ഗ്രാഫിക് ചിത്രം ആ നിഗൂഢ പുസ്തകത്തിൽ നിന്നും നേരിട്ട് പകർത്തിയതായിരുന്നു. അടുത്തതായി അവൾ നേരെ പോയത് ഈ പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന സോൾട്ടി വെയിൽ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. അതിൻ്റെ ഉടമ ആരാണെന്ന് മറന്നിട്ടില്ലല്ലോ, വെയിൻ. പട്രീഷ്യ വന്ന് ഈ പുള്ളിയെ കണ്ട് ചുറ്റും എങ്ങനെയൊക്കെ അലങ്കരിക്കണം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ വെയിന് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നിനക്കിഷ്ടമുള്ളതുപോലെ അലങ്കരിച്ചോളാൻ അയാൾ പട്രീഷ്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ പട്രീഷ്യ സോൾട്ട് വെയിൽ പബ് അലങ്കരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ട അവളുടെ പഴയ കൂട്ടുകാരായ ക്രിസും കൂട്ടരും ഒപ്പം ഷെൽബിയും അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ കയറി വരുന്നത്. അവരെ തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനും RSVPക്കുമായി പട്രീഷ്യ അവരുടെ അടുത്തേക്ക് ചെന്നു. പ്ലീസ് റെസ്പോണ്ട്, ഇൻവിറ്റേഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് വരുന്നോ ഇല്ലയോ എന്നറിയാനുള്ള റിക്വസ്റ്റ് പരിപാടിയാണ് ഈ RSVP. എനിക്കിപ്പോഴത് മനസ്സിലായി. അങ്ങനെ വിചാരിച്ച പോലെ അവർ പട്രീഷ്യ പാർട്ടിയിലേക്ക് വരില്ലെന്ന് പറയുന്നു. കാരണം ഈ സൺസെറ്റ് കോക്ടെയിൽ പാർട്ടി നടക്കുന്ന അതേ രാത്രി തന്നെയാണ് മറ്റൊരു ലോഡ്ജായ എൽക്സ് ലോഡ്ജിൽ വെച്ച് ബിൽ റൂണി എന്നൊരുവൻ്റെ ജന്മദിനാഘോഷം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ്വീപിലെ ജനങ്ങളെല്ലാവരും ആ ബർത്ത്ഡേ പാർട്ടിക്ക് മാത്രമേ പോകൂ എന്നും നിന്റെ പാർട്ടിക്ക് വരാൻ ഇവിടെ ആരും ഉണ്ടാകില്ലെന്നും ക്രിസ്തും മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് കേട്ട പട്രീഷ്യ കടുത്ത ദേഷ്യത്തോടെയും നിരാശയോടെയും ആണെങ്കിലും പുറമെ ചീർഫുള്ളായി അവിടെ നിന്ന് ഇറങ്ങി. അവളെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പുസ്തകവുമായി വല്ലാണ്ടടുത്തിരുന്നു. പുറത്ത് കടലോര സ്പേസിൽ പോയി വായനയിൽ മുഴുകി. അതിൽ എത്രത്തോളം ലയിച്ചിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവളുടെ തൊട്ടുപിറകിൽ ഒരു സൈക്കിൾ അപകടം നടന്നിട്ട് പോലും അവൾ അതൊന്നും അറിയുകയോ തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്യാതെ ഇരിക്കുന്നതിലൂടെയും. അങ്ങനെ പാർട്ടി നടക്കാൻ പോകുന്ന ദിവസം പട്രീഷ്യ ടൗൺ ഹാളിലേക്ക് കയറി വരുമ്പോൾ അവൾ പാർട്ടിയിൽ ഉപയോഗിക്കാൻ കൊടുത്ത പാട്ടുകളുടെ വലിയൊരു ലിസ്റ്റിനെക്കുറിച്ച് ഡെയിൽ റോസ്മേരിയുടെ പരാതി പറയുന്നത് അവൾ ഒളിച്ചു കേട്ടു. കാരണം 800 പാട്ടുകളാണ് അവൾ സെറ്റാക്കാനായിട്ട് ന്യൂ DJ ആയ ഡെയിലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്, അതും ഈ ഒരു കൊച്ചു പാർട്ടിക്ക് വേണ്ടി. തൻ്റെ പ്ലേലിസ്റ്റിനെ വിമർശിച്ചതിന് ഡെയിലിനെ നേരിട്ട് വഴക്ക് പറയുന്നതിന് പകരം പട്രീഷ്യ പാർട്ടിക്ക് ഇനിയും തങ്ങൾ മൂവരെയും കൂടാതെ ആരും RSVP റിക്വസ്റ്റ് റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ അവൾ അവൻ്റെ മേൽ തീർത്തു. അതിനുശേഷം അവൾ ഡെയിലിനോട് ക്രൂരമായൊരു ഉത്തരവിട്ടു. റൂണിയുടെ ജന്മദിന പാർട്ടി ക്യാൻസൽ ചെയ്യിക്കണം. കാരണം എൽക്സ് ലോഡ്ജിൽ നിയമപ്രകാരം 30-ൽ കൂടുതൽ ആൾക്കാരെ ഒരേ സമയം അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ആ ഒരു നിയമം ചൂണ്ടിക്കാട്ടി പാർട്ടി നിർത്തിവെച്ചില്ലെങ്കിൽ ആ ലോഡ്ജിൻ്റെ മദ്യപിക്കാനുള്ള ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കില്ലെന്നായിരുന്നു പട്രീഷ്യയുടെ ഭീഷണി. റോസ്മേരിക്കും ഡെയിലും ഇതൊരു അതിശയമായിരുന്നു, ഇത്രയ്ക്കൊന്ന് പാർട്ടിയിൽ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞത്. പിന്നൊരു കാര്യം, ഈ ഒരു സമയത്താണ് നമ്മുടെ ഫാത് ഫാസിൽ കാട്ടിൽ വെച്ച് കടൽക്കിളവിയെ കണ്ട കാര്യം ഷെരീഫിനോട് പറയുന്നതും തുടർന്ന് വെച്ച് ടൈം വേസ്റ്റ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ടൗണിലെ ഓരോ CCTV ദൃശ്യങ്ങൾ അരിച്ചു പേർക്കുന്നത്. എന്നാൽ ആ വായസമയം അയാൾക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനിടയിൽ പട്രീഷ്യയുടെ ഒരു വിചിത്രമായ CCTV ദൃശ്യം അവൻ്റെ കണ്ണിൽപ്പെട്ടു. പട്രീഷ്യ കഴിഞ്ഞ ദിവസം കടൽ തീരത്തിരുന്ന ആ പുസ്തകം വായിച്ചത് ഒരാളുടെ ശരാശരിയിൽ മേലെയായിരുന്നു. അതായത് ഉണ്ണാനും പിടുക്കാനും ഒന്നും പോവാതെ ഇരുന്ന് പുലർച്ചെ 4 മണി വരെ അത് നോക്കിക്കൊണ്ടിരുന്നു. ഒരു രാത്രി മുഴുവൻ അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന കാര്യം ബെച്ചിറിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. അയാളത് മനസ്സിൽ കുറിച്ചു വെച്ചുകൊണ്ട് ബാക്കി ജോലികളിലേക്ക് കടന്നു. അങ്ങനെ ഒടുവിൽ സൺസെറ്റ് കോക്ടെയിൽ പാർട്ടിയുടെ ആ രാത്രി വന്നെത്തി. പട്രീഷ്യ കിച്ചണിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പാർട്ടിക്കുള്ള പ്രധാന പാനീയമായ പഞ്ച് തയ്യാറാക്കുകയാണ്, ഒരുതരം മദ്യവാറ്റ്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പഞ്ച് തന്നെയാണ്. അതിൻ്റെ റെസിപ്പിയും അതിലുണ്ട്. പട്രീഷ്യ ഫ്രൂട്ട്സ് എല്ലാം അറുത്തുകൊണ്ടിരിക്കുമ്പോൾ റോസ്മേരി അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അവർ വന്നിട്ട് ഈ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളും അവളുടെ തലയിലുള്ള കിരീടവും ഉണ്ടാക്കുന്ന ഈ പഞ്ചൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട്. അല്ല, റോസ്മേരിക്ക് ഇങ്ങനെ വിഷപ്പിച്ച് തോന്നേണ്ട കാര്യം എന്താ? അവളെ കാണാൻ ഇപ്പോൾ സുന്ദരിയല്ലേ, കിരീടമൊക്കെ വെച്ച് നല്ല പ്രിൻസസിനെ പോലുണ്ട് പട്രീഷ്യ കുട്ടി. ഇതൊക്കെ ഇങ്ങനെ തലയിൽ വെച്ചാൽ വരുന്നവരെ കളിയാക്കുമെന്ന് റോസ്മേരി ആ പന്തികേട് അവളോട് പ്രകടിപ്പിച്ചു. എന്നാൽ താൻ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി നടത്തുന്നത് എന്നും അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് ആക്കാതെയെന്നും പറഞ്ഞ് റോസ്മേരി അവിടെ നിന്ന് ഓടിച്ചു. അവൾ അടുക്കളയിൽ നിന്നും ഡാൻസ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ കണ്ടത് പബ്ബ് മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്നതാണ്. ഡെയിലാണെങ്കിൽ അപ്പോഴും DJ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാകാതെ വിഷമിക്കുകയായിരുന്നു. അവനോട് അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞ ശേഷം അവിടെ അബദ്ധത്തിൽ വന്നുവിട്ട 1-2 അതിഥികളെ കണ്ട് അവൾ അവരെ പാർട്ടിയിലേക്ക് നിർബന്ധിച്ച് ക്ഷണിച്ചു.
അവർക്കാണെങ്കിൽ ഒഴിഞ്ഞ വൈബില്ലാത്തത് കൊണ്ട് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് കുർട്ട്, നമ്മുടെ ഹോട്ടൽ ഇന്നിൻ്റെ ഓണർ, അയാൾ വന്ന് പട്രീഷ്യയോട് പാർട്ടിക്കായി വെച്ചിരുന്ന ഡെവിൾ ഡെക്സ് തീർന്നു പോയെന്ന് പറയുന്നത്. ഡെവിൾ എന്നൊക്കെ പറയുന്നെങ്കിലും അത് കഴിക്കാനുള്ള ഒരു പലഹാരമാണ്. ഇത് കേട്ടതും പട്രീഷ്യ വീണ്ടും അടുക്കളയിലേക്ക് ഓടി. അവിടെ ചെന്നവൾ ആരുമില്ലാത്തതിൻ്റെ ടെൻഷനിൽ ആ പഞ്ച് ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റ വലി. എന്നിട്ട് ടോമിനെ ഫോണിൽ വിളിച്ച് വരാമെന്ന് ഉറപ്പുറച്ചിട്ട് പാർട്ടിക്ക് വരാത്തതിന് ഭയങ്കരമായ വഴക്ക് പറഞ്ഞു. ആ വോയിസ് മെയിലായിരുന്നു നമ്മൾ മുന്നേ ഒരിക്കൽ കേട്ടത്. ഫോൺ വെച്ച ശേഷം അവൾ വീണ്ടും ഡാൻസ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ ആ വന്നിരുന്ന ദമ്പതികളും അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. പട്രീഷ്യ വീണ്ടും നിരാശയായി. എന്നാൽ എൽസ് ലോഡ്ജിലെ റൂണിയുടെ പാർട്ടി ക്യാൻസൽ ആയതുകൊണ്ട് ക്രിസും അവളുടെ കൂട്ടുകാരിയും സോൾട്ടി വെയിൽ പബ്ബിലേക്ക് എത്തിച്ചേർന്നു. അവിടെ വന്നിട്ട് അവർ പട്രീഷ്യയുടെ അലങ്കാരങ്ങളെയും പാർട്ടിയെ നോക്കി പരസ്യമായി പരിഹസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഡെയിൽ എങ്ങനെയൊക്കെയോ മ്യൂസിക് പ്ലേ ചെയ്ത് ആ സാഹചര്യത്തിൽ ഒന്ന് ശാന്തമാക്കാൻ തുടങ്ങി. എന്നാൽ അവൻ വെച്ച പാട്ടിനിടയിൽ പരസ്യങ്ങൾ വരാൻ തുടങ്ങിയതോടെ അടുത്തതല്ല, അവർ സ്പോട്ടിഫൈ പ്രീമിയം എടുത്തിട്ടില്ലായിരുന്നു. പാർട്ടിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വൈബ്ലെസ് ആയി തുടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. എന്നാൽ ഭാഗ്യം പട്രീഷ്യയുടെ വശത്തായിരുന്നു. ആ സമയത്താണ് കുടിച്ച് നല്ല പാമ്പായി കുറേ ബാച്ചുലറേറ്റ് പെൺകുട്ടികൾ, അതായത് ടോം കണ്ണുമുട്ടിയ മരീസയുടെ കൂട്ടുകാരികൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നപ്പോഴേ നല്ല വൈബടിച്ച് പട്രീഷ്യ അവിടെ ആക്റ്റീവായി തിമിർക്കാൻ തുടങ്ങിയതും വന്നവർക്ക് വീണ്ടും കുടിക്കാൻ കൊടുത്ത് അവരെ കൂടുതൽ ലഹരിയിലാക്കി. ഈ പെൺകുട്ടികൾ അവിടെ കിടന്ന് തുള്ളുന്നതും ആസ്വദിക്കുന്നതും കണ്ട് പബ്ബിലെ മറ്റ് സാധാരണക്കാരായ ആളുകളും പാർട്ടിയുടെ ഭാഗമാകാൻ തുടങ്ങി. ഇത് കണ്ടതോടെ പട്രീഷ്യയുടെ ആത്മവിശ്വാസം സ്കൈ ഹൈ. പാർട്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ് പട്രീഷ്യയുടെ വസ്ത്രധാരണത്തെയും രൂപത്തെയും കുറിച്ച് മോശമായി സംസാരിക്കുന്നത് അവൾ കേട്ടു. ഇവളെന്താ ഈ തലയിൽ വെച്ചേക്കുന്നേ, അയ്യയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ. പട്രീഷ്യ നേരെ ക്രിസിൻ്റെ അടുത്തേക്ക് ചെന്ന് വഴക്കിടാൻ തുടങ്ങി. മുന്നേ ആ ബൂഗിമാൻ സംഭവം നുണക്കഥയാണെന്ന് ക്രിസ് ആക്ഷേപിച്ചിരുന്നില്ലേ, അതേക്കുറിച്ച് വലിയൊരു തർക്കമായി. ഈ ക്രിസിൻ്റെ പ്രധാന പ്രശ്നം എന്തെന്നാ, അന്ന് ബൂഗിമാൻ വന്ന് തൻ്റെ ഫ്രണ്ട്സിനെ കൊന്ന ആ രാത്രിയിൽ അവിടെ പട്രീഷ്യയും കൊല്ലാൻ വന്നിരുന്നു എന്ന കാര്യം അവൾ ഒട്ടും വിശ്വസിക്കുന്നില്ല. ആ കൊലയാളിയുടെ കൃത്യത വെച്ച് നോക്കുകയാണെങ്കിൽ പട്രീഷ്യ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവളന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. കട്ടിലിൻ്റെ കീഴിൽ കയറി ഒളിച്ചിരിക്കുന്നതാണെന്ന് വാദിക്കുന്ന പട്രീഷ്യയ്ക്ക് താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ അവളുടെ കയ്യിൽ യാതൊരു തെളിവുമില്ലായിരുന്നു. എന്തായാലും നാട്ടുകാർ തന്നെ ഇങ്ങനെ ഒരു കള്ളിയായി ചിത്രീകരിക്കുന്നത് പട്രീഷ്യയെ മാനസികമായി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമായുള്ള ആ വലിയ വഴക്കിന് ശേഷം മനസ്സ് തുറന്ന് അടുക്കളയിലേക്ക് പോയി ഒന്ന് കരയാമെന്ന് വെച്ചാൽ അതൊരു കോട്ടുവായാക്കി മാറ്റേണ്ട ഗതികേട്. ഒടുവിൽ ആ പുസ്തകത്തിലെ പാർട്ടിയിൽ നടത്തേണ്ട അടുത്ത ഘട്ടം നോക്കി ഉണ്ടാക്കിയ ആ പഞ്ച് എല്ലാവർക്കുമായി വിളമ്പുക. ഈ പട്രീഷ്യയാണെ വൈകുന്നേരം മുതൽക്കേ ഈ പഞ്ച് ചെറിയ ഗ്ലാസ്സിൽ കുടിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, പഞ്ച് അങ്ങനെ കുടിക്കാനായിട്ട് എല്ലാവർക്കും മുന്നിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എന്തായാലും ആ വാറ്റ് കുടിച്ചതോടെ പാർട്ടിയുടെ മൂഡ് വേറെ ലെവലായി മാറി. ആളുകളെല്ലാം ഭ്രാന്ത് പിടിച്ചതുപോലെ ഉന്മാദ ലഹരിയിൽ ചൂടുവയ്ക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ബെച്ചറിന് ഒരു ഓഫീസറുടെ കോൾ വരുന്നത്. അയാൾ ഭാര്യയുമായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കെ ട്രാൻസിയോൾ വരുന്ന ഇൻഫർമേഷൻ ഈ പാർട്ടിയെക്കുറിച്ച് തന്നെയാണ്. സോൾട്ടി വേയിൽ നിന്നും ഭയങ്കര ലൗഡായി സൗണ്ടും ബഹളമൊക്കെ കേൾക്കുന്നതായി നാട്ടുകാരെ പരാതി പറയുന്നു. അത് നിർത്തിക്കെട്ടോ എന്ന് ചോദിച്ചായിരുന്നു ആ വിളി. പട്രീഷ്യയുടെ പാർട്ടി അവിടെയാണ് നടക്കുന്നതെന്നും അവളുടെ നിഗൂഢമായ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് അവളുടെ ചോദിക്കാമെന്നും കരുതി ബച്ചീർ താൻ പോകാമെന്ന് നേരെ സോൾട്ടി വേയിലേക്ക് തിരിച്ചു. തകർക്കുവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പട്രീഷ്യയുടെ പാർട്ടി വൻ വിജയമാണെന്ന് തോന്നും. എന്നാൽ ആ ഡാൻസ് സീനിൻ്റെ ഇടയ്ക്കൊന്ന് നോക്കിയാൽ, അങ്ങനെ പാർട്ടി അവസാനിക്കാറായപ്പോൾ ബുക്കിലെ അടുത്ത സ്റ്റെപ്പ്, ടോസ്റ്റ്. പട്രീഷ്യ സ്റ്റേജിൽ കയറി എല്ലാവർക്കുമായി ഒരു നന്ദി പ്രസംഗം നടത്തി. എൻ്റെ പഴയതും പുതിയതുമായ എല്ലാ കൂട്ടുകാർക്കും ഇനി അങ്ങോട്ട് ഒരു നല്ല തുടക്കം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുള്ള മനം നിറയ്ക്കും പ്രസംഗം. എല്ലാവരും കൈയടിച്ച ശേഷം ഇനി പുറത്ത് ബോൺഫയർ, തീക്കൂട്ട കൂട്ടി അതിനടുത്ത് പോയി എൻജോയ് ചെയ്യാമെന്നവർ അങ്ങോട്ടേക്ക് പോകവേ പട്രീഷ്യ പഞ്ച് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനായി അടുക്കളയിലേക്ക് പോയി. അവിടെ വെച്ച് റോസ്മേരി അവളെ തറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ ആ സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് എന്ത് തേങ്ങയാ പറഞ്ഞേ? ഒരൊറ്റ വാക്ക് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. റോസ്മേരി വീണ്ടും പാർട്ടിയുടെ മൂഡ് കളയാൻ വരികയാണെന്ന് കരുതി പട്രീഷ്യ ആ വാക്കുകൾ കാര്യമാക്കിയില്ല. അങ്ങനെ ബച്ചീർ വൈകാതെ അവിടെ എത്തുകയായി. അയൽക്കാരുടെ നോയ്സ് പൊല്യൂഷൻ പരാതി കേട്ട് വന്നതാണെന്ന് പറഞ്ഞ് നോക്കവേ അയാൾ പെട്ടെന്നൊന്ന് ഞെട്ടി. അമ്പരപ്പോടെ അടുത്തേക്ക് വന്നിട്ട് പട്രീഷ്യയോട് ചോദിച്ചു, നീ എന്താ ഈ തലയിൽ വെച്ചേക്കുന്നേ? ഇത് കിരീടമല്ലേ എന്ന പോലെ പട്രീഷ്യ കണ്ണാടിയിൽ നോക്കുമ്പോഴോ അവൾ തലയിൽ വെച്ചിരുന്ന മനോഹരമായ കിരീടം വെറുമൊരു കിരീടമായിരുന്നില്ല. അത് സാത്താൻ്റെ കൊമ്പുകളെ ഓർമ്മിപ്പിക്കുന്ന ഗൂഢമായ ഒരു കൊമ്പ് കിരീടമായിരുന്നു, ക്രൗൺ ഓഫ് ഹോൺസ്. അവളുണ്ടാക്കിയ പഞ്ച് വെറുമൊരു ജ്യൂസ് ആയിരുന്നില്ല, അത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചോരയും മറ്റും കലർത്തിയ ഭീകരമായ ഒന്നായിരുന്നു. ഷോക്ക്ഡായി പട്രീഷ്യ ഓടിച്ചെന്ന് പുറത്തേക്ക് നോക്കുമ്പോഴോ അവിടെ കുടിക്കാൻ കൊടുത്ത ഒക്കെയും ഈ ചോര തന്നെയാണ്. അവൾ നടത്തിയ നന്ദി പ്രസംഗം ഒരു പ്രസംഗമായിരുന്നില്ല, അത് ആ ബ്ലഡ് കുടിച്ച അതിഥികളോട് പോയി ആത്മഹത്യ ചെയ്യാൻ ആഹ്വാനം ചെയ്ത സാത്താൻ്റെ മന്ത്രങ്ങളായിരുന്നു. അവൾ വായിച്ച ആ പുസ്തകം ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകമായിരുന്നില്ല, പകരം അത് സാത്താൻ്റെ പുസ്തകമായ ബുക്ക് ഓഫ് ദി ഡാംഡ് ആയിരുന്നു. ഇതെല്ലാം അവളുടെ മനസ്സിൽ മാത്രം തോന്നിയ ഇല്ലൂഷനുകളായിരുന്നു നമ്മൾ ഇത്രയും നേരം കണ്ടത്.
ആ കിരീടവും പാർട്ടിയിൽ ആഘോഷവുമല്ല, എ കൾട്ട് റിച്വൽ, ദുർമന്ത്രവാദം. പട്രീഷ്യയുടെ കാഴ്ചപ്പാടിൽ നൃത്തം ചവിട്ടുന്നതായി തോന്നിയവരൊക്കെ യഥാർത്ഥത്തിൽ അവിടെ നിൽപ്പുള്ളത് കുറച്ചു മുന്നേ ആ കാണിച്ച പോലെയായിരുന്നു. ആരും ഒട്ടും അനക്കമില്ലാതെ വായ വട്ടത്തിൽ തുറന്നുപിടിച്ച് പേടിപ്പെടുത്തുന്ന കണ്ണുകളോടെ തുറിച്ചു നോക്കി നിൽക്കുന്ന ഭീകരഭാവത്തോടെ. ഇതെല്ലാം തൻ്റെ മാത്രം ഇല്യൂഷനായിരുന്നു എന്നുള്ള കഠിനമായ സത്യം മനസ്സിലാക്കിയ പട്രീഷ്യ ഭയന്നുറച്ച് പുറത്തേക്കൂടി. അവൾ കണ്ടാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. അവളുടെ പാർട്ടിക്ക് വന്ന അതിഥികളെല്ലാം കടൽ തീരത്ത് വലിയൊരു തീക്കുണ്ടം കൂട്ടിയിട്ട് അതിനാമുഖമായി നടന്ന് സ്വയം കടലിലേക്കിറങ്ങി ജീവൻ ഒടുക്കാൻ പോവുകയാണ്. പട്രീഷ്യയും ബെച്ചീറും അവരെ തടയാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പൈശാചികരുടെ വശീകരണത്തിൽപ്പെട്ട അവർ തിരികെ വരാൻ കൂട്ടാക്കിയില്ല. ഈയൊരു ഭയാനകമായ സാഹചര്യത്തിലാണ് ബെച്ചീർ തൻ്റെ റേഡിയോയിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനടുത്തേക്ക് ആ ഡിസ്ട്രസ് കോൾ നടത്തുന്നത്. കാര്യങ്ങൾ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ പട്രീഷ്യ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടു. എല്ലാം തന്നെ കൊണ്ട് ചെയ്യിച്ചത് ആ ബുക്കാണെന്ന് പിടികിട്ടി ഓടിച്ചെന്ന് ആ പുസ്തകമെടുത്ത് മുന്നിൽ കാണുന്ന വലിയ തീയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. എന്നാൽ അത്ഭുതമാം വിധം അതവളുടെ കയ്യിൽ നിന്ന് ഇളകാതെ ശക്തമായി പിടിച്ചിരുന്നു. ഒടുക്കം പുസ്തകം കൈവച്ച് തന്നെ തീയിലേക്ക് നീട്ടി വൈകാതെ അത് കത്തി അമർന്നതോടെ അവരുടെ എല്ലാ മേലുണ്ടായിരുന്ന ആ ശാപം പെട്ടെന്ന് തന്നെ ഇല്ലാതായി. അവർക്കെല്ലാം ബോധം തിരികെ കിട്ടി. എന്നാൽ പട്രീഷ്യയുടെ കഷ്ടകാലം അവിടെയും തീർന്നില്ല. തങ്ങളെ പച്ചയ്ക്ക് കൊലപ്പെടുത്താൻ നോക്കിയ പട്രീഷ്യ എല്ലാവർക്കും എന്തോ മരുന്ന് നൽകി മയക്കി കടലിൽ താഴ്ത്താൻ നോക്കിയതാണെന്ന് ക്രിസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ പട്രീഷ്യ നാട്ടുകാരുടെ മുന്നിൽ വലിയൊരു കുറ്റവാളിയെ മാറുമെന്നതിൻ്റെ സൂചനയായിരുന്നു അത്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഇത്തവണ ക്രിസ് പറഞ്ഞത് സത്യമായിരുന്നു. പട്രീഷ്യ സാത്താൻ്റെ സ്വാധീനത്തിലായിരുന്നെങ്കിലും പുറത്തുള്ള ലോകത്തിനു മുന്നിൽ അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം ചെയ്തത്. സാധാരണയായി മാനസികമായി തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന ദുർബലരായ മനുഷ്യരുടെ മനസ്സിലാണ് സാത്താൻ വേഗത്തിൽ പിടിമുറുക്കാറുള്ളത്. പട്രീഷ്യ തൻ്റെ കഴിഞ്ഞകാലം എന്തുതന്നെ ആയാലും നാട്ടുകാരുടെ ശ്രദ്ധയും സ്നേഹവും കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ബലഹീനത മുതലെടുത്താണ് സാത്താൻ അവളെ തൻ്റെ ഇരയാക്കി മാറ്റിയത്. എന്നാൽ ഈ സംഭവം ഈ ദ്വീപിൽ നടക്കുന്ന വലിയ ഗൂഢമായ സൂപ്പർ നാച്ചുറൽ മിസ്റ്ററീസിൻ്റെ ഭാഗമാണോ അതോ അതിലെ ഒന്ന് മാത്രമാണോ ഇത് എന്നിപ്പോഴും വ്യക്തമല്ല. നടന്നതിൻ്റെ എല്ലാം ഷോക്കിലും കുറ്റബോധത്തിലും പട്രീഷ്യ കരഞ്ഞുകൊണ്ട് റോഡിലൂടെ തൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവിടേക്കതാ ടോം ലോഫ്രീസും വിക്കും. അവർ വണ്ടിയിലായി അവിടെ വന്ന് നിൽക്കുന്നത് മറ്റൊരു ഭീകര സംഭവത്തിന് പിന്നാലെയാണ്. ടോമിൻ്റെ മേത്തുള്ള ആ ചെളിവെള്ളം കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. രാത്രി വീട്ടിലേക്ക് എത്തിയ കടൽ രാക്ഷസിയെ നശിപ്പിച്ച ആശ്വാസത്തിലിരിക്കുകയായിരുന്നല്ലോ റെക്ടറായ ബ്രൈസിൻ്റെ ആ ഭയവിഹ്വലമായ വോയിസ് മെയിൽ വന്നത്. അയാൾ ആ ശബ്ദം കണ്ടെത്തി എന്ന് പറഞ്ഞത് വെച്ച് ബ്രൈസിന് എന്തോ അറിയാമെന്ന വിശ്വാസത്തിലാണ് അവർ ചർച്ചിലേക്ക് പോകാൻ ഇറങ്ങിയതും ഇപ്പോൾ വഴിക്ക് വെച്ച് പട്രീഷ്യ കണ്ടുമുട്ടുന്നതും. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ടോമിന് അറിയില്ലായിരുന്നു. എങ്കിലും അവളെ കൂടുതൽ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതെ ട്രക്കിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. ലോഫ്റ്റേഴ്സിൻ്റെ കണ്ണുകളിൽ അവളോടുള്ള ആത്മാർത്ഥമായ വിഷമം കാണാമായിരുന്നു. കാരണം പാർട്ടിക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. ആഹാ, പോവാൻ ഞാൻ എത്ര നന്നായി ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ അല്ലേ. എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ച പട്രീഷ്യ ഇനി വീട്ടിൽ പോയി എന്താകുമോ എന്തോ എന്നുള്ള അവസ്ഥയിൽ ഉള്ളതിനേക്കാളും എന്തുകൊണ്ടും ആശ്വാസമാണ് അവളിപ്പോൾ ഇവർക്കൊപ്പം പോകുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ നിർഭാഗ്യവശാൽ ആ രാത്രിയിലെ ശേഷിക്കുന്ന സമയവും അവൾക്കൊട്ടും നല്ലതായിരുന്നില്ല. അവർ മൂവരും കൂടി ചർച്ചിനകത്തേക്ക് കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. കുറേ കത്തുകളും പേപ്പറുകളും വാരി വലിച്ചിട്ടിരിക്കുന്ന മുറിയുടെ കഥകിലായി റെക്ടർ ബ്രൈസ് തൂങ്ങി മരിച്ചു നിൽക്കുന്നു. എന്താ നോക്കിയേ, മൊത്തത്തിൽ പ്രശ്നം. ബ്രൈസ് മരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇനിയും ആർക്കും അറിയില്ല. എങ്കിലും പട്രീഷ്യയുടെ ഈ സാത്താൻ സേവയും ഈ ദൈവത്തോഴൻ്റെ മരണവും കൂട്ടിവായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ഈ വിഡോസ് ബേ എന്ന ദ്വീപ് നീചമായ പൈശാചികമായ സാത്താനിക് ശക്തികളുടെ ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ആകാശത്തെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സാത്താൻ അനുകൂലമായ രീതിയിൽ വന്നതുകൊണ്ടായിരിക്കാം ഈ ദ്വീപ് ഇപ്പോൾ ഇങ്ങനെ മാറി മറയുന്നത്. ബ്രൈസ് ഒരു ദൈവവിശ്വാസിയും പാസ്റ്ററും ആയതുകൊണ്ട് തന്നെ തൻ്റെ മുൻഗാമിക്ക് സംഭവിച്ചതുപോലെ ഈ ദ്വീപിനെ ബാധിച്ചിരിക്കുന്ന സാത്താനെ നേരിടാനുള്ള ആത്മീയ ശക്തി തനിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ലൂസിഫറെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്നൊരു ഭയമായിരിക്കാം അദ്ദേഹത്തെ ഈ ഒരു വലിയ തെറ്റിലേക്ക് നയിച്ചത്. എന്തായാലും ഈ സംഭവം പട്രീഷ്യയെക്കുറിച്ചുള്ള നാട്ടുകാരുടെ ധാരണകളിൽ വലിയ മാറ്റം വരുത്തുമെന്ന് പ്രത്യാശിക്കാം. തുടക്കത്തിൽ ഇതെല്ലാം ഒരു കൂട്ടഭ്രാന്ത്, കളക്റ്റീവ് സൈക്കോസിസ് ആണെന്ന് തോന്നിച്ചെങ്കിലും ഇപ്പോൾ ഈ ദ്വീപിനെ വിഴുങ്ങാൻ വന്നിരിക്കുന്ന ശക്തികൾ തികച്ചും യഥാർത്ഥവും ഭീകരവുമാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ സീരീസ് ഒരു സാധാരണ കോമഡി ഹൊറർ ടോണിൽ നിന്നും പെട്ടെന്ന് തന്നെ കടുത്ത സാറ്റനിക് കൾട്ട് ഹൊററിൻ്റെയും ചോര ചൂപ്പിൻ്റെയും ഭീകരതയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സൺസെറ്റ് കോക്ടെയിൽ പാർട്ടിയിൽ നടന്ന ആ സംഭവങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന പോലെ അത്രത്തോളം പേടിപ്പിക്കുന്നതായിരുന്നു. നമ്മൾ ഈ എപ്പിസോഡിൽ ഏറെക്കുറെ കണ്ടത് മൊത്തവും എന്താണെന്നറിയണ്ടേ, അതെല്ലാം പട്രീഷ്യയുടെ കാഴ്ചപ്പാടുള്ള കാര്യങ്ങളായിരുന്നു. യാഥാർത്ഥ്യത്തെ മൂടിയ അവളുടെ മാത്രം ഇല്യൂഷനായിരുന്നു അതെല്ലാം. അവൾക്ക് ആ നിഗൂഢ പുസ്തകം കിട്ടുന്നതിൽ നിന്ന് തുടങ്ങി. യുവർ ടേൺ വിചിത്രമായി അതിലീച്ച വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതുതന്നെ സൈറ്റനുമായി ബന്ധപ്പെട്ട ഒരു ഫോർഷാഡോയിങ് ആയിരുന്നു. അത്രയും ദുരവസ്ഥയിലുള്ള ഗ്രന്ഥമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകളിൽ അത് മനോഹരമായി തോന്നിച്ചു. അതിന് രചയിതാവിൽ നിന്ന് തന്നെ തുടങ്ങിയ ഓരോ ഹിഡൻ ഡീറ്റെയിലുകൾ. അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ?
ഈ എപ്പിസോഡിൻ്റെ ഒടുക്കപ്പോൾ കണ്ടില്ലേ? ഇനി ഒന്നുകൂടെ തുടക്കം തൊട്ട് റീവാച്ച് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും മറ്റൊരർത്ഥം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ലൂസി 4ന്റെ ബുക്ക് വീണ്ടും അവളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ലൈബ്രറി വാനിൽ ലൈറ്റ് ഒന്ന് ബ്ലിങ്കാവുന്നതായി കാണാം. അത് ആ ഇല്യൂഷൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നാലെ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ട ആ രംഗം നിങ്ങൾ പുറകോട്ട് പോയി ഒന്നുകൂടെ നോക്കിയേ. അവൾ ബുക്കിന് മേൽ കപ്പ് വെച്ച് ലാമ്പ് ഓണാക്കി എഴുന്നേറ്റ് നടക്കുമ്പോൾ അവിടെ അതൊന്നും മിന്നുന്നുണ്ട്, ആ വാനിലെ പോലെ. തിരിച്ചു വന്ന് ബുക്കെടുക്കുമ്പോൾ തൊട്ടു മുന്നേ അവൾ മുകളിൽ വെച്ച കപ്പ് ഇപ്പോൾ താഴെയും. ബുക്കിന് പിന്നിലെ ആ ശക്തി ഇവിടെ തന്നെ വ്യക്തമായിരുന്നു. തനിക്ക് തന്നിൽ ഇഷ്ടമുള്ള തൻ്റെ സ്വന്തം കാര്യം, അത് എൻ്റെ ഉദാരതയും നല്ല മനസ്സും ആണെന്നെഴുതി താഴേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തിയപ്പോൾ ഈ നല്ല മനസ്സെന്നുള്ളത് വലിയ മനസ്സായി മാറി. കൈൻഡിന് പകരം ബിഗ്. ബുക്കിൻ്റെ ഇൻഫ്ലുവൻസിൽ വീണുപോയ അവൾക്ക് നമ്മളെപ്പോലെ ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഷെരീഫ് ബെച്ച് CCTVയിലായി പട്രീഷ്യയെ കണ്ടപ്പോൾ അവൾ രാപ്പകലെന്ന വ്യത്യാസമില്ലാതെ ആ പുസ്തകത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് ആ മാറ്റവും സ്വന്തം വിശപ്പ് പോലും അറിയാതെ അതിൽ ലയിക്കപ്പെട്ടു പോയി. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ അവൾ പേജ് മറിക്കുന്നത് ഒരൊറ്റ തവണ മാത്രമാണ്. കൂടാതെ അവളുടെ ആ നിഴൽ നോക്കിയാലും എന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉണ്ട്. പിന്നീട് പാർട്ടി നൈറ്റിൽ കിച്ചണിലേക്ക് വന്ന റോസ്മേരി ഞെട്ടി. കാരണം സ്ട്രോബെറിയും മുന്തിരിയും എന്ന ധാരണയിൽ അവൾ ആഞ്ഞു വിട്ടുന്നത് ചത്ത ജീവികളെയായിരുന്നു. പക്ഷികളുടെയും മറ്റും കഴുത്തറുക്കുകയായിരുന്നു അത്. നിന്റെ തലയിലെന്താ? വരുന്നവരാരും കണ്ട വല്ലതും പറയും കേട്ടോ എന്ന് റോസ്മേരി പറഞ്ഞതിൻ്റെ റീസൺ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. തുടർന്ന് ക്രിസ്സുമായി വഴക്കിടാനുള്ള റീസണും അവളുടെ തലയിൽ വെച്ച് എന്നെ കളിയാക്കുന്നത് കേട്ടിട്ടായിരുന്നു. ക്രിസ്സ പറഞ്ഞതിനോട് ഇപ്പോൾ നമുക്ക് യോജിക്കാം. തയ്യാറാക്കിയ പഞ്ചുമായി അതുകൾക്ക് മുന്നിലേക്ക് വന്നപ്പോൾ റോസ്മേരിയുടെ ആ അമ്പരപ്പിക്കുന്ന റിയാക്ഷൻ കണ്ടതല്ലേ? കാരണം അവർക്കറിയായിരുന്നു അതെന്താണെന്ന്. പട്രീഷ്യയ്ക്ക് നെഗറ്റിവിറ്റി വരുത്തണ്ടെന്ന് വെച്ചിട്ട് ഒന്നും മിണ്ടിയതുമില്ല. അതെന്താണെന്നറിയാവുന്നതുകൊണ്ട് അവരത് കുടിച്ചതുമില്ല. അതുകൊണ്ട് സേഫായി അവിടെ ഇരിക്കുകയും ചെയ്തു. പൈശാചികമായ ആ ഒരു കൂട്ടുകുടിച്ചതോടെ അവിടെയുള്ളവരെല്ലാം പൊസസ്ഡായി മാറി. ആ ഒരു നിമിഷം മുതൽ പട്രീഷ്യ തകർത്താടുമ്പോൾ അവരെല്ലാം വായും പൊളന്ന് നിൽക്കുകയായിരുന്നു. ഒടുക്കം സ്പീച്ച് നടത്തുമ്പോഴും ആ കണ്ണാടിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരെല്ലാം ഇതേ അവസ്ഥയിലായിരുന്നു റിയാലിറ്റിയിൽ. സ്പീച്ചിൽ പറഞ്ഞൊന്നും റോസ്മേരിക്ക് മനസ്സിലാവഞ്ഞത് അവൾ ദുർമന്ത്രമായിരുന്നു അവിടെ ഉരുവിട്ടത്. അത് കേട്ടവർ സ്വയം ബലി നൽകാൻ നടന്നുപോയി. റിച്വലിൻ്റെ ക്രൂഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ആ ഒരു മന്ത്രം. അത് പൂർത്തിയാക്കിയതോടെ അവളുടെ പൈശാചിക സ്വാധീനം കുറയാൻ തുടങ്ങി. അങ്ങനെ ബെച്ചേറെത്തിയപ്പോഴേക്കും അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. സത്യത്തിൽ ഈ പാർട്ടി തന്നെ ഒരു സൈറ്റനിക് കൾട്ട് റിച്വലായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി പട്രീഷ്യയും ഒപ്പം നമ്മളും. എന്തായാലും ആ ബുക്ക് അവളുടെ മുന്നിലെ ഡൊണേഷൻ ബോക്സിലേക്ക് എത്തിയത് യാദൃശ്ചികമായാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഒന്നാമതേ വിച്ച് പണ്ട് നടന്ന ഒരു ദ്വീപാണെന്ന് നമ്മൾ തുടക്കത്തിലെ മ്യൂസിയത്തിൽ കയറിയത് വഴി അറിഞ്ഞതാണ്. ഇനിയും റീവാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലൊരു മാസ്മരക എപ്പിസോഡായിരുന്നു ഇത്. എന്തായാലും ഇവിടെ വരെ എത്തിയപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളൊരു ഭാവി കൾട്ട് ഫേവററ്റ് സീരീസിൻ്റെ ആദ്യ പടികളിലാണിപ്പോൾ. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ സീ യു ബാക്ക് വെരി സൂൺ അറ്റ് ദ ഐലൻഡ്.